കൊടുങ്ങല്ലൂരിൽ ഭർതൃവീട്ടിൽ യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവിനെയും ഭർതൃമാതാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഭർതൃവീട്ടിലെ പീഡനം സൂചിപ്പിച്ച് ഫസീല മാതാവിന് വാട്സ്ആപ്പ് സന്ദേശം അയച്ചതിന് പിന്നാലെ ടെറസിൽ കയറി തൂങ്ങി മരിക്കുകയായിരുന്നു. മൂത്ത കുട്ടിക്ക് 1 വയസ്സ് തികയും മുൻപ് ഗർഭിണിയായതിന്റെ പേരിലായിരുന്നു ഫസീലയ്ക്ക് കുറ്റപ്പെടുത്തലും മർദ്ദനവും ഏൽക്കേണ്ടി വന്നത്. സംഭവത്തിൽ ഫസീലയുടെ ഭർത്താവിനെയും ഭർതൃമാതാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. മൂത്ത കുട്ടിക്ക് 1 വയസ്സ് തികയും മുൻപ് ഗർഭിണിയായതിന്റെ പേരിലായിരുന്നു കുറ്റപ്പെടുത്തലും മർദ്ദനവും. ഭർതൃവീട്ടിലെ പീഡനം സൂചിപ്പിച്ച യുവതി മാതാവിന് അയച്ച വാട്സ്ആപ്പ് സന്ദേശം പുറത്തുവന്നിട്ടുണ്ട്. ഇന്നലെ രാവിലെ ആത്മഹത്യ ചെയ്യും മുൻപ് ഫസീല എന്ന 23-കാരി ഉമ്മയ്ക്ക് വാട്സ്ആപ്പിലൂടെ അയച്ച സന്ദേശം ഇങ്ങനെയാണ്: ഉമ്മ, ഞാൻ 2ാമത് ഗർഭിണിയാണ്. നൗഫൽ എൻ്റെ വയറ്റിൽ കുറെ ചവിട്ടി ഉപദ്രവിച്ചു. ഇവിടുത്തെ ഉമ്മയും എന്നെ തെറി വിളിച്ചു. ഉമ്മ, ഞാൻ മരിക്കുകയാണ്, ഇല്ലെങ്കിൽ ഇവർ എന്നെ കൊല്ലും. ഇതായിരുന്നു സന്ദേശം. നെറ്റ് ഓഫായതിനാൽ 1 മണിക്കൂറിന് ശേഷമാണ് മാതാപിതാക്കൾ ഈ മെസ്സേജ് കാണുന്നത്. വണ്ടി പിടിച്ച് കൊടുങ്ങല്ലൂരിലെ വീട്ടിലെത്തിയപ്പോഴേക്കും മകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്ന് അറിഞ്ഞു. അവിടെ എത്തിയപ്പോൾ കാണുന്നത് മകളുടെ ജീവനറ്റ ശരീരമായിരുന്നു. ഭർതൃവീട്ടിലെ പീഡനമാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ പറയുന്നു. 1 കൊല്ലവും 9 മാസവുമായി ഫസീലയുടെയും നൗഫലിന്റെയും വിവാഹം കഴിഞ്ഞിട്ട്. 9 മാസം പ്രായമുള്ള കുട്ടിയാണ് ഇവർക്കുള്ളത്. ഫസീല 2ാമതും ഗർഭിണിയായ വിവരം കഴിഞ്ഞ ദിവസമാണ് അറിയുന്നത്. ഗർഭിണിയായതിന് ഫസീലയെ മാത്രമാണ് അമ്മായിയമ്മ കുറ്റപ്പെടുത്തിയത് എന്ന് ബന്ധുക്കൾ പറയുന്നു. ഇന്നലെ വഴക്കിനിടെ ഭർത്താവ് ഫസീലയെ അടിവയറ്റിൽ ചവിട്ടി. പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ അടിവയറ്റിൽ പരിക്കേറ്റിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട്. തുടർന്നാണ് ഭർത്താവ് നൗഫലിനെയും ഉമ്മ റൗലത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ശാരീരിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇരുവർക്കുമെതിരെ ചുമത്തിയിട്ടുണ്ട്. നേരത്തെയും ഭർത്താവും മാതാവും ചേർന്ന് ഫസീലയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ഇന്നലെ മാതാവിന് വാട്സ്ആപ്പ് സന്ദേശം അയച്ചതിന് പിന്നാലെയാണ് ഫസീല ടെറസിൽ കയറി തൂങ്ങി മരിച്ചത്. കാർബോർഡ് കമ്പനിയിലെ ജീവനക്കാരനാണ് നൗഫൽ.